ഇന്ന് മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. സ്കൂളിലെ മോർണിംഗ്സ് എല്ലാം കുറച്ച് ബിസിയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബോക്സും ഒരുമിച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഡിഷസ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വറവും ദോശയുമാണ്. മോൾക്ക് സ്കൂളിലേക്ക് ചോറ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് രാവിലെ ഇതുപോലെ സിമ്പിളായിട്ട് ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് സ്മൂത്ത് ആയിട്ട് പോവാറുണ്ട്. പിന്നെ അവൾക്ക് സ്നാക്ക് ബോക്സിലേക്ക് ഓട്സും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു നോർമൽ ഓട്സ് അല്ല കേട്ടോ, ഇത് തലേ ദിവസം തന്നെ എന്നെ കൊണ്ട് അഗ്രിമെന്റ് ചെയ്യിപ്പിച്ച് വെച്ചതാ. മമ്മ നാളെ എനിക്ക് ഓട്സ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. ബീട്രൂട്ട് വറവിനായി ആദ്യം ബീട്രൂട്ടിന്റെ സ്കിൻ പീൽ ചെയ്ത് അതിനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സും ഒക്കെ നന്നായി കോട്ടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എരിവിനായി മുളക് പൊടിയും ചേർത്ത് അത് സോട്ട് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാക്കി മൂടി വെക്കുന്നുണ്ട്. ബീട്രൂട്ട് കുക്കാവുന്ന സമയം തന്നെ ഞാൻ ദോശയുടെ ബാറ്ററും കൂടി റെഡിയാക്കി ദോശ ചുടാൻ തുടങ്ങി. ഒരു ഡിഷ് കുക്കാവുമ്പോൾ തന്നെ അടുത്ത പണിയും കൂടി തീർക്കാൻ പറ്റിയാൽ രാവിലെ കുറച്ചും കൂടി ഈസി ആവുന്നുണ്ടല്ലേ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ബീട്രൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവസാനം കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് അത് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫാക്കി. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ബീട്രൂട്ട് വറവ് റെഡിയായി. ഈ കറി ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും പോകട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. തണിഞ്ഞു വന്ന ഓട്സൊക്കെ ഞാൻ സ്നാക്ക് ബോക്സിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഹണിയും ആൽമണ്ട്സും കാഷ്യൂസും റൈസിൻസും ഒക്കെ ആഡ് ചെയ്ത് കിറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് സ്നാക്ക് ബോക്സ്. പിന്നെ ടിഫിനിലേക്ക് നമ്മുടെ ബീട്രൂട്ട് വറവും ദോശയും പിന്നെ കുറച്ച് സ്ലൈസ് ഓഫ് കുക്കുംബേഴ്സും കൂടി വെച്ച് കിറ്റിലേക്ക് മാറ്റി. മോള് സ്കൂളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നത്. കിച്ചണിലോട്ട് വന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഞാനും എൻ്റെ സിസ്സും എൻ്റെ മോനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് ബൊട്ടിക്കിലേക്ക് പോകുന്നുള്ളത്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ബൊട്ടിക്കിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ കുറേ തിരക്കും കാര്യങ്ങളും കസ്റ്റമേഴ്സും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിന് ഇന്ന് കാസർഗോഡ് മാംഗോ ബെറീസിൽ ഒരു സർപ്രൈസ് ടേബിൾ സെറ്റ് ചെയ്യാനും ഓർഡർ ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ചെറിയ സിസ്റ്ററും കൂടി ഓളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് നമുക്ക് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മാംഗോ മസ്താനിയും പിന്നെ ഡബിൾ ചീസ് ബർഗർ സ്പെഷ്യലൊന്നല്ല, ബട്ട് എനിക്കും എൻ്റെ ചെറിയ സിസ്റ്ററും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓള് അവിടെ ബോറടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത് തന്നു. എനിക്ക് മാംഗോ മസ്താനി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബർഗർ ഓക്കെ ആയിരുന്നു. അടുത്ത കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ വീണ്ടും ബൊട്ടിക്കിലേക്ക് വന്ന് അവിടെ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്.
ബൊട്ടിക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാർസൽ എടുക്കാൻ വേണ്ടിയാണ് ഉടുപ്പി ഹോട്ടലിലേക്ക് വന്നത്. ബട്ട് അവിടെ ഉള്ള ചൂട് ദോശയൊക്കെ കണ്ടിട്ടാകുമ്പോൾ ഞങ്ങൾക്കും അവിടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചൂട് ദോശയും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.